പാർട്ടി കാര്യങ്ങൾ ആലോചിക്കാറില്ലെന്ന വി എം സുധീരന്റെ വിമർശനത്തിന് പരസ്യ മറുപടിയുമായി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ. സുധീരൻ പാർട്ടി യോഗത്തിൽ ഏറെ നാളിന് ശേഷം കയറി വന്നയാളാണ്. വീട്ടിൽ പോയി സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ പാർട്ടി വിട്ടു എന്ന് പറഞ്ഞിരുന്നുവെന്നും കെ സുധാകരൻ. എന്നാൽ പാർട്ടി വിട്ടുവന്ന വാക്കുകൾ മിനിറ്റുകൾക്കുള്ളിൽ കെ സുധാകരൻ തിരുത്തി. ഇനി സഹകരിക്കാനില്ലെന്നാണ് വി എം സുധീരൻ പറഞ്ഞതെന്നാണ് തിരുത്ത്. വി എം സുധീരൻ ഉന്നയിച്ച വിഷയങ്ങൾ 2 മണിക്കൂർ ചർച്ച ചെയ്തെന്നും അതിനു മുൻപ് വി എം സുധീരൻ മടങ്ങിയെന്നും കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും പറഞ്ഞു. സലീം മാലിക് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായും. സലീം, ദീപാദാസ് മുൻഷി പങ്കെടുത്ത ആദ്യ യോഗത്തിൽ നേതാക്കൾക്കിടയിലെ ഒരു തർക്കം അല്ലെങ്കിൽ അസ്വാരസ്യമൊക്കെ പുറത്തു വരുന്നു. വി എം സുധീരന് ഒരു രൂക്ഷമായ ഭാഷയിലുള്ള മറുപടി അത് മയപ്പെടുത്തുന്നുണ്ട് KPCC പ്രസിഡന്റ്. എന്താണ് ഇന്നത്തെ യോഗത്തിൽ ഉയർന്നു വന്ന വിമർശനങ്ങൾ? നേതൃത്വത്തിനുള്ള വി എം സുധീരന്റെ വിമർശനങ്ങളോടുള്ള പ്രതികരണം എന്താണ്? ഗോകുൽ, ഇന്നത്തെ KPCC എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഏറ്റവും പ്രധാനമായും വി എം സുധീരൻ വേഴ്സസ് അതർ കോൺഗ്രസ് ലീഡേഴ്സ് എന്നുള്ള നിലയിലായിരുന്നു ഒരു വാക്കുതർക്കം ആദ്യഘട്ടത്തിൽ പോയത്. വി എം സുധീരൻ നിരവധി വിമർശനങ്ങളാണ് നേതൃത്വത്തിനെതിരെ ഉന്നയിച്ചത്. അത് പ്രധാനമായും 2 വർഷത്തിലധികമായി തന്നോട് ഒരു കാര്യങ്ങളും ആരും കൂടിയാലോചിക്കാറില്ല, പാർട്ടി നേതൃത്വം സമ്പൂർണ്ണ പരാജയമാണ്, 2 ഗ്രൂപ്പ് ഉണ്ടായിരുന്ന പാർട്ടി 5 ഗ്രൂപ്പായി എന്നുള്ളത് മാത്രമാണ് പുതിയ നേതൃത്വത്തിൻ്റെ നേട്ടം എന്ന് തുടങ്ങിയ വലിയ വിമർശനങ്ങൾ വി എം സുധീരൻ ഉന്നയിച്ചിരുന്നു. വി എം സുധീരൻ മാത്രമല്ല കേന്ദ്രത്തിലേക്കും ഹൈക്കമാൻഡിനെയും AICCയും ഉൾപ്പെടെ വിമർശിക്കുകയും ചെയ്തിരുന്നു. മൃദു ഹിന്ദുത്വ നിലപാടാണ് കോൺഗ്രസിനുള്ളത്, അത് തിരുത്തണം എന്നുള്ളത് ഉൾപ്പെടെ പറഞ്ഞിരുന്നു. അതിന് മറുപടി കേൾക്കാതെ തന്നെ മടങ്ങാൻ ശ്രമിച്ച വി എം സുധീരനെ കേരളത്തിന് ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പിടിച്ചിരുത്തി മറുപടി പറഞ്ഞ ശേഷമായിരുന്നു വിട്ടത്. അങ്ങനെ ഒരു മൃദു ഹിന്ദുത്വവും കോൺഗ്രസിനില്ല, കോൺഗ്രസിൻ്റെ നിലപാട് മതേതരത്വമാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ശശി തരൂരും വി എം സുധീരനെതിരെ സംസാരിച്ചിരുന്നു. അതിനുശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനായി ഒരു വാർത്താ സമ്മേളനം വിളിച്ചത്. ആ വാർത്താ സമ്മേളനത്തിലാണ് വി എം സുധീരനുമായി ബന്ധപ്പെട്ട ചോദ്യം ഉയർന്നു വന്നപ്പോൾ, അത് ദീപാദാസ് മുൻഷിയോടായിരുന്നു ആ ചോദ്യം ഉയർന്നു വന്നത്. അപ്പോഴാണ് KPCC അധ്യക്ഷൻ കെ സുധാകരൻ തന്നെ അതിലിടപെട്ട് മറുപടി പറഞ്ഞത്. ഏറെക്കാലത്തിന് ശേഷം പാർട്ടി യോഗത്തിലേക്ക് കയറി വന്നയാളാണ് വി എം സുധീരൻ. ഇത്രയും കാലം അദ്ദേഹത്തിനോട് പലതവണ താൻ വീട്ടിൽ പോയി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോഴൊക്കെ പാർട്ടി വിട്ടിരുന്നു എന്നായിരുന്നു പറഞ്ഞത്. അങ്ങനെ പാർട്ടി വിട്ടു എന്ന് തന്നോട് പറഞ്ഞു എന്ന് ആദ്യഘട്ടത്തിൽ പറഞ്ഞ കെ സുധാകരൻ കുറച്ചല്പം കൂടി കഴിഞ്ഞതോടുകൂടി അത് തിരുത്തി. അതിനുശേഷം വി എം സുധീരൻ അഭിപ്രായം പറഞ്ഞ ശേഷം പോയി അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായി മാത്രം കണ്ടാൽ മതി, അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിന് മറുപടി പറയാൻ പോലും താൻ വില കൽപ്പിക്കുന്നില്ല എന്നൊരു രൂക്ഷമായ പ്രതികരണം നടത്തി. അതിനുശേഷം പാർട്ടി വിട്ടു എന്നല്ല, പാർട്ടിയിൽ നിന്നും തൽക്കാലം സഹകരിക്കാനില്ല എന്നാണ് വി എം സുധീരൻ പറഞ്ഞത് എന്ന നിലയിൽ തിരുത്തി. എന്തായാലും വി എം സുധീരനും കെ സുധാകരനും തമ്മിലുള്ളൊരു വഴക്ക് അത് പരസ്യമായി പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഇന്നത്തെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഉയർന്നു വന്ന ചർച്ചകളിൽ പ്രധാനമായും അയോധ്യ ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ടായിരുന്നു. അയോധ്യയിൽ എത്രയും പെട്ടെന്ന് ഹൈക്കമാൻഡ് നിലപാട് സ്വീകരിക്കണം എന്നുള്ളൊരു കോൺഗ്രസിൻ്റെ കേരളത്തിലെ പൊതുവികാരം AICC അറിയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല, സമരാഗ്നി എന്ന പേരിൽ KPCC അധ്യക്ഷൻ നയിക്കുന്ന ഒരു സംസ്ഥാന ജാഥയെക്കുറിച്ച് തീരുമാനിച്ചിട്ടുണ്ട്. അത് ജനുവരി 21 തന്നെ ആരംഭിക്കും. 1 മാസം നീണ്ടു നിൽക്കുന്ന ജാഥയാണുള്ളത്. അത് ഈ KPCC അധ്യക്ഷൻ നാളെ മുതൽ അമേരിക്കയിലേക്ക് പോകും. അമേരിക്കയിൽ ചികിത്സയിൽ പോയതിനു ശേഷം തിരികെ വന്നതിന് ശേഷമാകും ഈ ജാഥ. വിപുലമായ ആലോചനകൾ നടന്നു, കർമ്മപദ്ധതികളൊക്കെ തയ്യാറായി എക്സിക്യൂട്ടീവ് യോഗത്തിൽ. അപ്പോഴും വി എം സുധീരനും കെ സുധാകരനും തമ്മിലുള്ള ഒരു വാക്പോരാണ്. ഒരു പക്ഷേ പുറത്തേക്ക് വന്ന് പരസ്യമായ ഒരു വാക്പോരിലേക്ക് അത് മാറി എന്നത് മാത്രമാണ് ഇന്നത്തെ KPCC എക്സിക്യൂട്ടീവ് യോഗത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അപവാദം എന്ന നിലയിൽ പുറത്തേക്ക് വന്നത്. അത് കേരളത്തിൻ്റെ ചുമതലയുള്ള ദീപദാസ് മുൻഷി ചുമതലയെടുത്ത് വന്ന യോഗത്തിൽ തന്നെയാണ് ഈ നേതാക്കൾ തമ്മിലുള്ള ഒരു അസ്വാരസ്യം അല്ലെങ്കിൽ വഴക്ക് പുറത്തു വന്നതെന്നും ശ്രദ്ധേയമാണ്.